വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യലായി തയ്യാറാക്കാൻ പോകുന്നത് രസമാണ്. ഇത് വളരെ സിമ്പിളായിട്ട് വെറും 10 മിനിറ്റിനകം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. എങ്ങനെ ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 3 തക്കാളി എടുത്ത് വലിയ പീസായി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾ പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ പാത്രത്തിന് പകുതി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് വെന്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി. തക്കാളി പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. നമ്മളെ തക്കാളിയെല്ലാം വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്, ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് മല്ലിയില, പിന്നെ ഒരു ചെറിയ പീസ് കായം എന്നിവ എടുത്തിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. കുരുമുളകും കായവും ആദ്യം ചതച്ചതിന് ശേഷം മറ്റെല്ലാം അതിലേക്കിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ തക്കാളിയും പുളിയും വേവിച്ചെടുത്തത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ പോവാണ്. ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ അരിച്ചാൽ മതി. അരിക്കുന്ന സമയത്ത് നമ്മൾ തക്കാളിയുടെ തൊലിയും പുളിയും മാത്രം എടുത്ത് ഒഴിവാക്കിയാൽ മതി. ബാക്കിയുള്ള പീസൊക്കെ അങ്ങനെയുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ മിക്സ് പാനിലേക്ക് തന്നെ മാറ്റി കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് നന്നായി തിളച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ ചതച്ച് ചേർത്തതിൻ്റെ പച്ചച്ചുവയെല്ലാം ഒന്ന് മാറി കിട്ടും. അതുവരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം അവസാനമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നമ്മളെ രസം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനു മുമ്പ് ഞാനിതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഒന്ന് വറവ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. രസം എന്നത് സദ്യയിലെ ഒരു പ്രധാന വിഭവം തന്നെയാണ്. നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ദഹിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രസം സദ്യയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി സദ്യയുടെ കൂടെ അല്ലാന്നുണ്ടെങ്കിലും വീട്ടിലൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെ രസം ഉണ്ടാക്കി ഒഴിച്ച് കഴിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവം തന്നെയാണ് ഈ രസം എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അയയ്ക്കുക. താങ്ക് യു.